വാട്സപ്പ് ഗ്രൂപ്പ് വിവാദം, അതായത് മതാടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് പരാതിയിലെ ഉള്ളടക്കം എന്താണ്? തീർച്ചയായും നമ്മുടെ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണൻ IAS, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായൊരു ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. അപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട, അല്ലെങ്കിൽ ഒരു ഭരണഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും എല്ലാം നല്ല അവബോധമുള്ളവരാണ് സ്വാഭാവികമായിട്ടും IAS. അപ്പോൾ അവരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, കേരളം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഒരു മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ, നമ്മുടെ ഒരു കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന തരത്തിലുള്ള വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന ഒരു മാന്യതയെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പ്, ഹിന്ദു IAS ഉദ്യോഗസ്ഥന്മാരെ ചേർത്തുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അതുപോലെ തന്നെ മുസ്ലിം വേണ്ടി പ്രത്യേകമായി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, വളരെ സൗഹാർദ്ദത്തോട് പോകുന്ന മതവിഭാഗങ്ങൾക്കിടയിൽ ആ സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി 153A പ്രകാരം, അതായത് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 196 ആണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരായി ഈ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരായി ക്രിമിനൽ കുറ്റം ഏറ്റവും ഗൗരവമായി സർക്കാർ ആ വിഷയം പരിഗണിക്കുകയും ബന്ധപ്പെട്ട പോലീസും അതിനകത്ത് കേസെടുക്കണം എന്നുള്ളതാണ് AVF ആവശ്യപ്പെടുന്നത്. കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ പ്രശാന്ത് IASഉം അതുപോലെ തന്നെ ജയതിലകുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ IASകാർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചക്കളത്തിൽ പോരാട്ടം സ്വാഭാവികമായും കേരളത്തിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഒരു ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് IASകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ അവർക്കെതിരായി കർശനമായ നടപടി സ്വീകരിച്ചിരുന്നു. ഒരു ഡിസിപ്ലിനറി ആക്ഷനാണ് അവർക്കെതിരായി എടുത്തത്. പക്ഷേ ഞങ്ങൾ ഗോപാലകൃഷ്ണനെതിരായുള്ള പരാതി കൊടുക്കാൻ, ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അവരെ പോലുള്ള ഒരു വിഷയമല്ല ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഗുരുതരമായ ഒരു കുറ്റമാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹം, ഇത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് ഇതെല്ലാം നമ്മളെല്ലാം കേൾക്കുന്നതും അറിയുന്നതും. അപ്പൊ അതിനുശേഷം ഇദ്ദേഹം ഈ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫോൺ 3 തവണ റീസെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മളെല്ലാം അറിയുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു IAS ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കുക, ക്രിമിനൽ കുറ്റം ചെയ്യുകയും ആ ക്രിമിനൽ കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വീണ്ടും അദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റം കൂടി ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതാണ് AVFന്റെ അഭിപ്രായം. വളരെ കർശനമായ നടപടി, കാരണം ഒരിക്കലും ഒരു IASകാരൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തതുകൊണ്ട് തന്നെ കർശനമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ്.